ഒരു പാട്ട് പാടിക്കണ്ട. ഈണം മാത്രമേ ഉള്ളൂ, പാട്ടില്ല. മതി മതി, പാട്ട് മതി. ആൾക്കാർക്ക് ഇത് മനസ്സിലാവും, നമ്മക്ക് തന്നെ നിച്ചല്ല, പിന്നെ നിങ്ങൾക്ക് വല്ല നിച്ചുണ്ടോ? ടൂണ് കറക്റ്റാ ഗൈസ്. അപ്പൊ ഈ ടൂണ് വെച്ചിട്ട് ഏത് പാട്ടാണെന്ന് പറയുന്നവർക്ക് ഒരു മുട്ടായി ഉണ്ട് കേട്ടോ അല്ലേ? ഒരു കാർട്ടൂണാണ്, ഈ കാർട്ടൂൺ അറിയുന്നവര് പാടിക്കോളി. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് പെരിന്തൽമണ്ണയിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു ഇറാ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു പാർക്ക് ഉണ്ട്. ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളതൊക്കെ പോയി നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. നമ്മളവിടെ ക്ഷണിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചാലാ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മലപ്പുറം ജില്ലയില് ടൂറിസ്റ്റ് പ്ലേസ് കുറവാണ്. നമ്മൾ മലപ്പുറം അല്ല, നമ്മള് പാലക്കാട് ജില്ലയാണ്. പക്ഷെ നമ്മൾ ഈ പാലക്കാട് മലപ്പുറത്തുമൊക്കെ കയറാൻ നിൽക്കണ ആ കയറ്റത്തിലുള്ള കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് കടലോ കാര്യമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ചാവക്കാട് പോകണം. പാലക്കാട് പിന്നെ കടലില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കോഴിക്കോട് പോകണം, അല്ല അങ്ങനെ അങ്ങോട്ട് പോകണം. നമുക്കില്ല. നമുക്കുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മിനിയൂട്ടി ഉണ്ട്. അതേമാതിരി നമ്മുടെ നാട്ടിൽ കുറച്ച് ചെറിയ ചെറിയ സംഭവങ്ങളുള്ള, വലിയ ഹൈപ്പ് പറയാൻ മാത്രമുള്ള പാർക്കുകളൊന്നുമില്ല. അപ്പൊ പെരിന്തൽമണ്ണയിൽ ഈ ഒരു പാർക്ക് നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. ആർക്കെങ്കിലൊക്കെ എന്താ വെച്ചാൽ ഫ്രീ ടൈമിലോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഇവിടെ ഒരുപാട് സംഭവങ്ങളാട്ടോ. അതായത് പക്ഷികളും പാമ്പുകളും പിന്നെ പാർക്കും അങ്ങനെ കുറെ സംഭവങ്ങൾ ഞാൻ വീഡിയോസ് കണ്ടപ്പോൾ. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ആരൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനുണ്ട്, അലേഹുണ്ട്, ചക്കരുണ്ട്, ചക്കരയുടെ കുട്ടിയുണ്ട്, പിന്നെ പല്ലില്ലാത്ത ഉമ്മയുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഗൈസ് അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി കാണാം. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഇപ്പൊ നമ്മൾ അങ്ങാടിപ്പുറം പാലം കയറി കൊണ്ട് നിൽക്കുകയാണ്. അങ്ങാടിപ്പുറം പാലത്തുമ്പോൾ ബ്ലോക്ക് ഇങ്ങനെ കണ്ടില്ല. ഇവിടുന്ന് ഒന്ന് കഴിച്ചിലാവാനാണ് നമുക്ക് ആകെ പണിട്ടോ. ഓക്കെ, അപ്പോൾ വളാഞ്ചേരി റോട്ടിനാണ് എന്തുള്ളത്, ഈ ഒരു പാർക്ക് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ലൊക്കേഷൻ വെച്ചിട്ടാണ് പോണേ. കറക്റ്റ് ലൊക്കേഷനും അവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വരും ഇല്ല ഈ വീഡിയോസിന്റെ ഫുള്ളിൽ നമ്മൾ പറഞ്ഞുതരും കേട്ടോ. ആർക്കൊക്കെ പാമ്പിനെ കഴുത്തിലിടാൻ ധൈര്യമുണ്ട്? ഭർത്താക്കന്മാരങ്ങൾക്കൊക്കെ പേടി അല്ല, പേടിയില്ല. ഈ പാമ്പിനെ നിങ്ങൾക്ക് പേടി അല്ലേ? എന്താ ചെയ്യ, ആര് പറ്റിച്ചെന്നാലേഹാ. നമുക്കൊരു ഗെയിം വെക്കാം. അതായത് ഓരോ വട്ടം ഓരോ പാമ്പിനെ തോളത്തിടുന്നവർക്ക് അപ്പ 500 രൂപ. കറുത്ത അതിലൊരു കുറച്ച് വികൃതമായ ഒരു പാമ്പുണ്ട്, അതിനെ തോളത്തിടുന്നവർക്ക് 1,00,000 റുപ്യ. ചക്കരക്ക ചലഞ്ച് ഏറ്റെടുക്കണോ? ഇല്ല, 1,00,000 നസീനും ഉണ്ടാവും. ഉമ്മ ഉണ്ടാവും. ഉമ്മാക്കല്ലേ? നിങ്ങൾക്കില്ലേ? നിങ്ങൾക്ക് പാമ്പിനെ പേടിയാ? എന്തേ? ഉമ്മ രാത്രി പാമ്പിനെ സ്വപ്നം കാണുന്നത്. അപ്പൊ പിന്നെ യാഥാർത്ഥ്യമാക്കി കൂടാതെ കണ്ടോ ഇറാ പാർക്ക്. ഇവിടേക്കാ പോണ്ടേ, ഈ വഴി കൂടെ പോണ്ട കേട്ടോ. ഇത് വളാഞ്ചേരി റൂട്ടിനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇറാ പാർക്കിലെത്തി, കാറൊക്കെ പാർക്ക് ചെയ്തു. നല്ല അടിപൊളി പാർക്കിങ്ങിനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നടന്ന് കാണാൻ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാം. അതായത് പെറ്റ്സ്, ഒട്ടകം, ഫോട്ടോത്തിൽ കാണാനുണ്ട്. അലേഹൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായി നിൽക്കുന്നു. പോയി അലേഹ കുതിര വണ്ടിയിൽ കയറാം. നമ്മൾ എൻട്രിയിൽ കയറിയിട്ടുണ്ട്. ആദ്യം നമ്മൾ പോകുന്നത് എവിടേക്കാണ്? ആദ്യം എവിടെ പോകുന്നത്? പെറ്റ്സ് പാർക്കിലേക്ക് പോവാം. എന്താ പേരെന്തുവാ? എഡ്വിൻ. നാട് എടത്തനാട്ടല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് പെറ്റ്സിൻ്റെ അവിടേക്കാണ് പോകുന്നത്. ചക്കര ഏതിലെ? കുതിരയമേ ആനയമേ? ഇവിടെ ഏതൊക്കെയാ ഉള്ളത്? നമുക്ക് ഇവിടെ ഇതാണ് വരുന്നത്. കുതിര വണ്ടിയാണ് വരുന്നത്. കുതിര സെപ്പറേറ്റ് കുതിര വരുന്നുണ്ടോ? സെപ്പറേറ്റ് കുതിര ഉണ്ട്, കാണാനുള്ള കുതിര വേറെ ഉണ്ട്. ഇതിൽ നമുക്ക് കുതിര ഇതാണ്ടോ? ഇതെന്താ മനസ്സിലായെങ്കിൽ കുതിരനെയൊക്കെ ഹോഴ്സ് റൈഡ് ഇതുമ്പോൾ ഇങ്ങനെ കയറ്റിയിട്ട് നമ്മളിങ്ങനെ കറക്കും. ഓ അങ്ങോട്ട് വാ. അത് വെയിലാറിയിട്ട് വരാം. വാ. ആ കുതിര പിന്നീട് കുതിര. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ? മണലാണ് കേട്ടോ. അതായത് ആ പണ്ടത്തെ ഒരു നാച്ചുറാലിറ്റി കൊടുത്ത് നിൽക്കണേ അല്ലേ? അത് ഈ മണലാക്കാനുള്ള കാരണം എന്തുവാ?
മണൽ നമുക്ക് പരിക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് 3 അടി ഹൈറ്റിൽ മണൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ അടിയിൽ നെറ്റ് വരുന്നുണ്ട്. ഫുള്ള് ഫിൽറ്റർ ആയിട്ട് അടിക്കട ഇറങ്ങും. രാജകീയാണ്. നാണെങ്കിൽ കേറിക്കോളി. നിങ്ങൾക്ക് കയറണ കുതിരപ്പുറത്ത് ആ വണ്ടിയിൽ കേറിക്കോളി. എന്താണ് ഇതാണ് ഇവരെ കൊണ്ടൊക്കെ പാർക്കിലേക്ക് വന്നതിന് ഒന്നിലും കയറൂല. ശരിക്ക് ആ മറ്റേ കറങ്ങണ സാധനം ഉണ്ടെങ്കിൽ ഒന്നിട്ട് കറക്ക വേണ്ടിയേ ഒക്കെ വേണ്ടിയാൽ ഇപ്പം ദിമ്മക്കണാവും. ചക്കൊക്കെ നോക്കാം. അല്ല എല്ലാം കാണാൻ പറ്റില്ല. ചക്ക തൂങ്ങിയതോ അല്ലേ? ഇത് മൊത്തം അതാണ് ഇപ്പം ഈ നാച്ചുറൽ എന്നുള്ളതിനെ ഉദ്ദേശിച്ചല്ലേ? ഓക്കെ. അല്ല ഫ്രഷ് ചക്കയാണ്. പഴുത്തൊന്നുമില്ലല്ലോ. എല്ലാത്തുമ്പോൾ കൂടി ഉണ്ട്. അങ്ങോട്ടൊക്കെ നോക്കി മീൻ നോക്കിയൊക്കെ. അടിപൊളി മീൻ കേട്ടോ. ഇങ്ങോട്ട് പോവാ. ഇങ്ങോട്ട് വരേ. പാലത്ത് കൂടെ നടക്കേ. പാലത്തും കൂടെ നടക്കാൻ പേടി ഉണ്ടാവരുത്. ഇങ്ങോട്ട് പോരേ. അല്ലയാ അല്ലേ? മീമിയോടെ മീമിയോടെ. ഇതൊക്കെ മീമി. ഇത് നാടൻ മീനാ? നമ്മൾ ഒരുപാട് ഫിഷ് പാ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ അത് അക്വാറിയത്തിൽ കാലൊക്കെ ഇട്ട് നിൽക്കണ മാതിരിയല്ലേ? പക്ഷെ ഇവിടെ അത്യാവശ്യം ഏരിയയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കി കണ്ടോ? ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഏരിയയിൽ ഒരു സ്വിമ്മിംഗ് ഏരിയയിൽ തന്നെ സെറ്റ്. ഏകദേശം 5 ഏക്കറിൽ വിശാലമായിട്ട് കിടക്കുന്ന ഒരു പാർക്കാട്ടോ നമ്മളെ ഇറാ പാർക്ക് വരുന്നത്. ഓക്കെ. അയ്യമ്മക്കൊക്കെ ഫുൾ ആരാധകരാണ്. സിനുവിനെ കണ്ടില്ലേ? ഇത് അവിടെ മെയിനാണ്. സിനൂസ് കിച്ചൻ്റെ മുതലാളി ഉണ്ട്. കണ്ടില്ല? നിങ്ങളെന്താ സിനൂസ് കിച്ചൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാന്? മോശമായി പോയി. പിന്നെ അന്നെ മാത്രം നിന്നോ? ഓളപ്പോൾ ഫേമസ് ഓളാണ്. തന്നെ അമ്പ്. ഇത് അമ്പല്ലേ? അമ്പ് മില്ലും വിടാൻ വയ്ക്കോ? നിങ്ങൾക്ക് വിടാൻ വയ്ക്കോ? 50 മില്ലും വിടാൻ വയ്ക്കോ? അതൊക്കെ വിടാം. നമുക്ക് ആദ്യം പോണ എടുക്കാന്നല്ലോ പെറ്റ്സ് പാർക്കാണ്. പാമ്പിനെ കാണാനാണ് ഉമ്മ വരുന്നത്. സ്വപ്നത്തിൽ ഉമ്മ ഇങ്ങനെ പാമ്പിനെ കാണണമെന്ന് പറഞ്ഞത്. അപ്പം ഇനി അത് റിയാലിറ്റി ആക്കി കൊടുക്കണം. പോരെ വാ. ജാതിക്കൊക്കെ ഉണ്ടോ? ജാതിക്ക ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ നല്ലൊരു നാച്ചുറൽ ഫീൽ കേട്ടോ. നല്ല തണുപ്പും എന്താ പറയുക പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറാണ്. ഒരു ആംബിയൻസ് ആണ് കേട്ടോ. ഫുള്ള് ഇവിടെ നല്ല മെയിൻ്റെനൻസ്. ഫുള്ള് നനച്ചിട്ട് സെറ്റാക്കിയിരുന്നേ. ബാക്കിൽ കൈസ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ കണ്ടിക്കണേ. സബ്സ്ക്രൈബേഴ്സിനോട് വർത്താനം പറഞ്ഞുകൊണ്ട് കേട്ടമ്മ. ഓക്കെ. ഇനിയാണ് നമ്മൾ പെറ്റ്സ് പാർക്കിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. പെറ്റ്സ് പാർക്കിലോട്ടൊക്കെ അത്യാവശ്യം ഏരിയ നിങ്ങൾക്ക് നടക്കാനുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും ബോറടിക്കൂല കേട്ടോ. ഇതിൻ്റെയൊക്കെ പേരെന്താന്നുള്ളത് ഗൈസ് എനിക്ക് നിശ്ചയമില്ല. മയിൽക്കോഴി ഉണ്ടോ? അയ്യവാ. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഫുള്ള് കിളികളുടെ ശബ്ദം മാത്രം. അയ്യവാ മക്കളെ, എന്തായാലും നിങ്ങൾ ഒരു വട്ടം മസ്റ്റായിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ആസ്വദിക്കാം കേട്ടോ. അതെ. ഏതിലാ? 42 ആളുണ്ടോ? 42ഓളം വെറൈറ്റി ഐറ്റംസ് ആളുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞേ. അതായത് ഇതൊക്കെ എവിടെയൊക്കെ ഉള്ള ആൾക്കാരാ? കാരണം ഞാൻ ഇന്ത്യയിലുള്ള പോലെ തന്നെ അല്ലേ? അപ്പോൾ ഇന്ത്യയിലത്തെ ആൾക്കാർ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പം ഈ ഇറാ പാർക്ക് എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല, കേരളത്തിലെ ഏറ്റവും വലിയ പെറ്റ്സ് പാർക്കാണ്. അത് പെരിന്തൽമണ്ണ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോളി. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് 46 ഏക്കറാണ് നമ്മുടെ പ്രോപ്പർട്ടി. 46 ഏക്കർ മൊത്തം പ്രോപ്പർട്ടി. അതിൽ 5 ഏക്കർ നമ്മുടെ പാർക്ക് വരുന്നത്. ആരൊക്കെയാണ് ഇവിടെ വന്നത്? അല്ലേ അതൊക്കെ ഇവിടെ ആരും മേത്ത് നിൽക്കണില്ല. ഇതെന്ത് മനസ്സിലാക്കാം. പക്ഷികൾക്ക് വരെ ഓല മേത്തൊക്കെ ഓരോ കുട്ടികളുള്ളതുകൊണ്ടേ ഇവിടെ നിൽക്കണ. അത് നിങ്ങൾക്ക് പക്ഷിക്ക് മനസ്സിലായിക്കണ തലയിലൊന്നും ഇല്ലാതെ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാണ്. ഇനി അടുത്തത് കയ്യിൽ കൊടുക്കാൻ കഴിയും. പോരെ നടക്കി വെറുതെ വെച്ച് രസമാണ്. ഇതാ പേടിയൊന്നുമില്ല. അത് കയ്യിൽ തിന്നിട്ടുണ്ടോ? ഇതാണ്ടോ അത് തുറന്നു കൊടുക്കാത്തതുകൊണ്ടാ. അത് തുറന്നു കൊടുക്ക്. കിളികളി പിടിക്കാൻ പേടിയാ. വെറുതെ കൈയാക്കിയായി.
അവൾ പോയിക്കോ ഒന്ന് കിട്ടും പോട്ടോ ഇല്ലല്ലോ. അല്ല ഇതാ കുറച്ച് ചക്കര കുറച്ചൊരു ചക്കര ഇതാ അതിന്റെ മുഖം നോക്കി ഇതൊക്കെ അതിന്റെ മുഖം നോക്ക്. നിങ്ങൾ മാറി ഞങ്ങളെ തോണേന്ന് വിചാരിക്കോ? ചെറിയ കുരങ്ങനാണ് മർമോസൻ മങ്കി എന്ന് പറയും. ആ അതായത് നിങ്ങൾ ചെറിയ മകള്. ആ ആരവിടെ കിടക്കുന്ന നോക്കിയൊക്കെ ഓന്ത് ഇത് ഓന്തല്ലേ? ആ സാധനം ഇഗ്വാന അതില് പെട്ട വർഗാണ്. പക്ഷെ ഇത് നമുക്ക് കയ്യിലൊക്കെ വെക്കാൻ പറ്റണം. അതിന്റെ മുകളിലൊക്കെ ഒരു ഓറഞ്ച്. അപ്പൊ ഇതിന്റെ ഉള്ളില് ഒരുപാട് എന്താണ് പെറ്റ്സിനായിട്ട് ഒരുപാട് സംഭവങ്ങൾ കേട്ടോ. നമ്മളിപ്പോ ഒരുപാട് കവർ ചെയ്തു, അതിനെയൊക്കെ കവർ ചെയ്തു. 2 ഏക്കറോളം നിങ്ങൾക്ക് പെറ്റ്സിനായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അതിൽ പക്ഷികളാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട കുരങ്ങനാണെന്നുണ്ടെങ്കിലും ഇവിടെ കണ്ട ഇഗ്വാനാണെന്നുണ്ടെങ്കിലും ഇനി വേറെയും കാണാൻ ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട്. അവിടെ മൂരിയൊക്കെ കിടക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ആട് കിടക്കുന്നുണ്ട്. ആണ് അക്വേറിയം മീനുകളുടെ ഒക്കെ കളർ മീനുകളുണ്ട്. അയവ ഇതാണ് അരാപ്പയമേ. നോക്കാം അല്ലേ മീനി. ഇനി അടുത്തത് നിങ്ങളെ വർഗ്ഗക്കാരുടെയാണ് കേട്ടോ. അതായത് മിനിയേച്ചർ. ഹൈറ്റ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ, ഹൈറ്റ് ഇല്ലാത്ത കുതിര, ഹൈറ്റ് ഇല്ലാത്ത ആട്, ഹൈറ്റ് ഇല്ലാത്ത മൂരി അതിൽ പെട്ട. അതായത് ചക്കര നിജാസിൻ്റെ ഒന്നും ഇതിൽ പെടാൻ പറ്റില്ല. ഓ മിനിയേച്ചർന്ന് കൂട്ടിക്കണേ കേട്ടോ. അപ്പോൾ ചക്കരയുടെയും സിനുവിൻ്റെ ഒക്കെ വർഗ്ഗങ്ങൾ ഇതാണ് മിനിയേച്ചർ ഫാം അല്ലേ. ഇതെന്താടാ? ചെമ്മരിയാടാ? സിങ്കോട്ട് അല്ലേ. ഓക്കെ ഇതാ മൂരി ഇതൊക്കെ എത്ര ആയിട്ടേ വരൂ? വീഡിയോയിൽ കാണാൻ മാതിരി എല്ലാ ആള് ചെറുതാണ്. അത് പിടിച്ചോ അലയെത്തിയോക്കടൊക്കെ പോരി. അതിന്റെ കൊമ്പൊക്കെ അത്യാവശ്യം പ്രായം തോന്നുന്നുണ്ട് കേട്ടോ. ഉമ്മാക്ക് പണ്ട് ആട് മേക്കണ പണിയായിരുന്നു എന്നല്ല പറഞ്ഞേ അല്ലേ? ആടിനെയും പയ്യനെയൊക്കെ നോക്കിയായിരുന്നു. എവിടെ? അത് ഒട്ടകം. ഇനിയാണ് യഥാർത്ഥ നിങ്ങളെ ഫ്രണ്ടിനെ കാണാൻ പോണത്. ഈ കൂട്ടത്തിൽ ആരാന്ന് മനസ്സിലായോ? എവിടെ? കഴുത. ഉമ്മ കഴുതനെ കണ്ടിക്കണോ? എവിടെ? അത് പന്നിയല്ലേ. ഇത് കഴുതക്കണേ. നിങ്ങൾ എടുത്ത് കണ്ടത് ടർക്കി കുതിര. സുൽത്താൻ അല്ലേ? സുൽത്താൻ കഴിച്ചോണ്ടിരിക്കുകയാണ്. ഹൈറ്റ് കുറഞ്ഞ കഴുത. അതായത് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ഇനി കൂട് വല്ല ഒഴിവുണ്ടോ? കൂട് ഞങ്ങളെ വീട്ടിൽ ഉയരമില്ലാത്ത ആൾക്കാരാണ്. മിനിയേച്ചർ ഉണ്ട് ഇത്ര. ഏതായാലും കഴുത അയക്കണോ കുരങ്ങനെ അയക്കണ്. ഇനി മനുഷ്യന് കൂടി വേണ്ടേ? ഓക്കെ അപ്പൊ ഗായ്സ് ഇതെന്താ പറയാ നോക്കിയേക്കാ. ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ ഇവിടെ. ഒട്ടക പശീനെ കണ്ടുക്കണോ? ഒട്ടക പശീനെ അതാരാ നോക്ക്. അതാരാ കൗത്ത് നീളുള്ള സാധനം? ആരത്? ഇവിടെ ഒട്ടകം. അല്ല ഒട്ടക. ഇതാ ഒട്ടകത്തിന് തിന്നാൻ കൊടുക്കാൻ പറ്റുമോ? അത് നിങ്ങള് മക്കി മദീനല്ലേ കണ്ട്? ഒട്ടക കണ്ട് എവിടൊക്കെ വന്നിക്കണേ. തിന്നാൻ കൊടുക്ക്. ഒട്ടകത്തിന് തിന്നാൻ കൊടുക്ക്. ഒന്നും കൂടി കൊടുക്ക്. ഞാൻ ഒരു സാധനം കണ്ട്. നിങ്ങളതേ പല്ല്. സത്യോ ഒന്നുകൂടി കൊടുത്തിട്ട് ഒട്ടകത്തിന്. പ്രായത്തിൽ ഈ ഒട്ടകത്തിനൊരു 25 വയസ്സായിട്ടുണ്ടാവും. എത്ര? 2.5 വയസ്സായിട്ടുള്ളൂ. അതായത് അലേഹ 5 മാസം കൂടി എൻ്റെ തുണയിൽ നിൽക്കണേ അല്ലേ? ഓക്കെ ഇതിന് പ്രായം ഉണ്ടാവും അല്ലേ? ഇതിന് പ്രായം ഉണ്ടാവില്ലേ? ഇതാണ് ഗൈസ് ഒട്ടക പശിയൊക്കെ. ഇത് മുട്ടട തുടങ്ങിയിട്ടില്ലല്ലോ? കുഞ്ഞുങ്ങളാ? ഓ കുഞ്ഞത് കുഞ്ഞെന്നെ നോക്കിയേക്കാ. ഓ
ഇതിൻ്റെ നിന്നൊക്കെ കൊത്തു കിട്ടിയാണ്ടല്ലോ അത് നിങ്ങൾക്ക് ഇവിടെ നടക്കുമ്പോൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെറൈറ്റി ബൂട്ടൊക്കെ ഉള്ള പ്രാവുകൾ ഇതുണ്ടോ. മൂടൊക്കെ വിരിഞ്ഞ പ്രാവുണ്ട്, സാധാ പ്രാവുണ്ട് കുറേ. ഇതിപ്പോൾ ഞാൻ മൊത്തം നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കരുത് കേട്ടോ, കാരണം നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് അത് വേറെ തന്നെ കണ്ടോ. ഒരുപാട് സംഭവമുണ്ട്. ഇതൊക്കെ ഇത് പള്ള വീർത്ത ഇത് ചങ്ക് വീർത്ത പ്രാവ, മുട്ട വരെ ഇട്ടിക്കണേ കണ്ടോ. അതെന്തൊക്കെയാണോ കുളമാണ്. കയറി ഉള്ളിൽ കയറി കയറി. എവിടെ പാമ്പ്? അത് കാലുള്ളി കിട്ടുന്ന ഒരു അവസരമാണ് അതിനെ തൊടി. ചക്കര തൊടി ഒന്ന് അങ്ങോട്ട് കൊണ്ടിരി. ഇപ്പൊ കേരളത്തിലെ ചൂട് അന്യനാട്ടിൽ നിന്ന് വന്ന പാമ്പിന് വരെ മനസ്സിലാക്കണം. വെള്ളത്തിലാ കിടക്കണ കണ്ടോ കണ്ടോ. അതാ വെള്ളത്തിലെ പാമ്പ് കിടക്കണ കണ്ടില്ലേ. ഇതൊക്കെ വെള്ളപ്പാമ്പ് കണ്ടോ നിങ്ങള്. ഇത് പേപ്പർ വിരിച്ചിക്കല്ലേ, ഇത് പാമ്പാ. ആ ഇത് വെള്ളപ്പാമ്പ്. ഇതാ ഇനി കറുത്ത പാമ്പ് നോക്കി. അമ്മോ ഇതിന് കണ്ടാ തന്നെ പേടിയാവണേ. മലമ്പാമ്പ ഒറിജിനൽ മലമ്പാമ്പ. ഇതെന്താ സാധനം? ഇത് ചേരന്റെ ഒരു രൂപം ഉണ്ടല്ലോ. ഉച്ചക്ക് ധൈര്യമുള്ളവര് ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് പാമ്പിനെ തൊട്ടാ. ഇമ്മൊക്കെ തൊട്ട് ബാക്കിയുള്ളവർക്ക് ധൈര്യം കുറച്ച് കുറവാണ്. ചക്കരക്ക് ഒട്ടും ധൈര്യമല്ല. പിന്നെ പാമ്പിന്റെ അടുത്ത് നിന്നു. ഫൈനലി നമ്മള് 2 ഏക്കർ പെറ്റ്സ് പാർക്ക് നടന്ന് നമ്മളെന്താക്കണേ, കൈ കഴുകുക. പാമ്പിനെ തൊട്ടിട്ട് കൈ കഴുകണം എന്ന് പറഞ്ഞ് എന്താ ചെയ്യുക. എന്തായിരുന്നു നിങ്ങളെ പെറ്റ്സിലെ എക്സ്പീരിയൻസ്? അടിപൊളിയാണ് അല്ലേ? കൊറേ കാണാല്ലേ, കൊറേ നടക്കാണ്ട്. പിന്നെ നടത്താൻ മടുക്കൂല, കാരണം ഫുള്ള് ഈ ഒരു അറ്റ്മോസ്ഫിയർ ആണ്. കിളികളുടെ സൗണ്ടും അതേമാതിരി നല്ല രീതിക്കുള്ള മെയിൻ്റെനൻസും. ഇതിൻ്റെ ഉള്ളിൽ കയറിയ സമയം പോണത് അറിയില്ല കേട്ടോ, കാരണം ഈ ഒരു ടൈമിലൊക്കെ വന്ന് നിങ്ങൾക്ക് നടന്ന് കാണാനുള്ള ഒരുപാട് സ്ഥലത്തിൻ്റെ ഉള്ളിലുണ്ട്. ഇത് പണ്ട് നമ്മൾ ഉണ്ടാക്കണ സംഭവമല്ലേ, ഉരുളി മൺപാത്രം ഉണ്ടാക്കണത് അല്ലേ? ഓക്കെ, അതിനെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചെടുക്കട്ടോ. പഴയ കാലത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടത്? നിങ്ങളുടെ കാലത്ത് ഓർമ്മ ഉണ്ടോ? ചക്കൻ്റെ കാലത്ത് ഓർമ്മ ഉണ്ടോ എന്നുള്ള അറിയില്ല. ഇപ്പോൾ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഇതൊരു പുതുമ കേട്ടോ. എന്നിട്ട് നിങ്ങളെ എന്താക്കാം മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇവിടെ വന്നിട്ട് ഇത് അങ്ങനെ ഒരു സാധനം പണ്ട് ഞങ്ങൾ ചെയ്തിരുന്നു. ആ ഒരു എന്താ സെക്ഷനൊക്കെ വരും നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിരിക്കണേ. നമുക്കൊരു അമ്പും വില്ലും ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. നമുക്ക് ഇതിന് പറ്റുണ്ടോ എന്ന് നോക്കട്ടെ. പത്തില് കൊണ്ടാ ജയിച്ചൂലേ. ഇതിൻ്റെ ഉള്ളിൽ നടന്നു കഴിഞ്ഞാൽ ഐസ്ക്രീം ഉണ്ട്, അതേമാതിരി ചായക്കട ഉണ്ട്, പോപ്കോൺ ഉണ്ട്, അങ്ങനെ ഒരുപാട് സെറ്റപ്പ് ഉണ്ട്. നമ്മൾ അങ്ങനെ ഇറങ്ങി അങ്ങനെ കറങ്ങി തിരിഞ്ഞ് റിട്ടേൺ പോരുകയാണ്. വൈകുന്നേരം എത്തുമ്പോൾ നമുക്ക് എന്താക്കാം, ഒന്ന് വെയിലാറി കഴിഞ്ഞാൽ കുട്ടികളുടെ ആക്ടിവിറ്റീസിലേക്ക് പോവാം. ഇവിടെ നല്ല എന്താ പറയുക കടകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഉപ്പിലിട്ടത് വേണമെങ്കിൽ മുജിറ്റോ അങ്ങനെ കരിമ്പ് ജ്യൂസ് അങ്ങനെ ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ബോട്ടിങ്, ഓപ്പൺ ജിമ്മ് എല്ലാം ഉണ്ട്, സെറ്റാണ്. പോരെ നടക്കി വാ. ഗൈസ് നല്ല അടിപൊളി മീനുകൾ കേട്ടോ. ഇതെന്ത് മീനാണ്? ഇത് നട്ടറല്ലേ. വലിയ മീൻ വാ. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയോ? ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഐസ്ക്രീം കോർണർ, ഫിഷ് പാ, ഫീഡിങ്, സ്വിമ്മിങ് പൂള്, പെറ്റ് സോണ് ആണ്. ഇതിൽ നിന്നിട്ട് നമുക്ക് ജിമ്മായിട്ട് വർക്കൗട്ട് ചെയ്യാണ്ട് കുട്ടികൾ കളിക്കണുണ്ടോ? മീൻ കാണാനല്ല, ഇതാ മീൻ കണ്ടോ? മീൻ കണ്ടില്ല നിങ്ങൾ? ഇതൊക്കെ ഓക്കെ ഒരു കറിക്കൊക്കെ ഉള്ളുണ്ടെന്നു. അലേഹ നല്ല ഹാപ്പിയിലാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയയിൽ കണ്ടോ. ഇത് മാത്രമല്ല അപ്പുറത്ത് വേറൊരു ഏരിയ ഉണ്ട്. ഇവിടുന്ന് ഈ ഒരു സെക്ഷൻ മൊത്തം പാർക്കാട്ടോ, ചിൽഡ്രൻസിൻ്റെ പാർക്ക് വരുന്നുണ്ട്. ആണെങ്കിൽ ഒരു വട്ടം കുതിരപ്പുറത്തും വരുന്നോ? നല്ല അടിപൊളിയാണ് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എറാ പാർക്ക്? എങ്ങനെ ഉണ്ട്? അടിപൊളിയാ?
അടിപൊളിയാ. കാണാനും ആക്ടിവിറ്റീസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ടും സെറ്റാണ്. ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ട്. ഇനി വെറുതെ വന്ന് ഇരിക്കാനും ചായ കുടിക്കാനും ജ്യൂസ് കുടിക്കാനും പോപ്കോൺ തിന്നാനും മീൻ കാണാനും പാമ്പ് കാണാനും. ഓക്കെ, അലയ ഇരുന്നിട്ട് അവിടുന്ന് ഊഞ്ഞാലാട്. അലയ അവിടുന്ന് പോകുന്നില്ല ഗൈസ്. ഒരുപാട് എന്താ വെച്ചാൽ ഒരുപാട് ആക്ടിവിറ്റീസും അതിലുപരി കാണാനുള്ള കാഴ്ചകളും പിന്നെ എല്ലാം കൊണ്ടും സെറ്റാണ് അല്ലേ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽസ് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. പെരിന്തൽമണ്ണ വളാഞ്ചേരി റോഡ് പുത്തനങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു എറാ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഓപ്പണിംഗ് ആയിട്ട് അധികമായിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ ഫ്രഷ്നെസ്സും നീറ്റ്നെസ്സും ഒക്കെ ഇവിടെ ഉണ്ട്. ഒരുപാട് ആളുകൾ ഇന്നിപ്പോൾ നമ്മൾ വർക്കിംഗ് ഡേയ്സ് അല്ല, ഇത് വർക്കിംഗ് ഡേയ്സാണ്. ഇന്നിപ്പോൾ ശനി ഞായർ കൂടെ നല്ല തിരക്കാണെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഫാമിലീനെയൊക്കെ കൂട്ടി വിസിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മക്കളെ, ഇവിടെ ഇതിൻ്റെ ഉള്ളിലേ ഇവർ സ്റ്റേ ചെയ്യാനുള്ള ഒരു റിസോർട്ട് സെറ്റപ്പ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അത് നല്ല കിടിലൻ റൂംസും അടിപൊളി ആംബിയൻസും അതേമാതിരി നാച്ചുറൽ പൂളും മൊത്തത്തിൽ സെറ്റായിട്ടാണ്. ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മൾ പോവുകയാണ്, രാത്രി ആളുകൾ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഗായ്സ് പോവാ. നടക്കി അലയൊന്നും പോരാൻ തന്നെ കൂട്ടാക്കുന്നില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ഉച്ചക്ക് ഇങ്ങോട്ട് വന്നാണ്. വൈകുന്നേരം ഇരുട്ടായി, ലൈറ്റൊക്കെ കത്തി. പക്ഷെ ഇതൊക്കെ കയറണ്ടേ, പെറ്റ്സ് പാർക്കിൽ പോകണ്ടേ. നിങ്ങൾക്ക് രാവിലെ തന്നെ പാമ്പിനെ പേടി, ഇനി രാത്രിയും കൂടി പറയും വേണ്ട. ഓക്കെ, അപ്പോൾ ഗൈസ് ഡീറ്റെയിൽസ് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. എന്തായാലും